അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇവിടെയൊക്കെ നിറയെ ഇറച്ചിക്കറിയുടെ ഇവിടുന്ന് ഒരു ഹോട്ടലിൻ്റെ പ്രവേശനം ഉണ്ടോ. ഇറച്ചിക്കറിയുടെ ബീഫ് റോസ്റ്റിൻ്റെ മണം തന്നെ. നമ്മൾ ഈ മണം കൂടി പറയുന്നത് വെച്ചാൽ ഇവിടെയുള്ള ആ അറ്റ്മോസ്ഫിയറും കാഴ്ച മാത്രമല്ലല്ലോ, ഗന്ധവും എല്ലാം പറയുന്നുണ്ട്. ചമ്മിണി ലൈനാണ്. ഇടത്തോട്ടൊരു സ്ഥലം കാണുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് മുതൽ നോക്കാം. ചമ്മിണി ലൈൻ വഴി അവിടെ നിശബ്ദ കോണുകളാണല്ലോ നഗരത്തിൻ്റെ. എത്രത്തോളം ഉണ്ടെന്നറിയില്ല. ആ വീട് വരെ ഒന്ന് നോക്കാം കണ്ടിട്ട്. അപ്പോൾ ഇതൊക്കെ നഗരത്തിൻ്റെ നിശബ്ദ കോണുകളിലേക്കുള്ള വഴികളാണ്. മതിലൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇത്ര ഉള്ളു. ലെഫ്റ്റിലേക്ക് ഉണ്ട്, എന്നാലും അങ്ങോട്ട് പോകണ്ട. ആ വീടായിരിക്കും. അപ്പം തിരിക്കാം. ഓക്കെ. അപ്പം നമ്മൾ ലെഫ്റ്റ് തന്നെ പോയാൽ ചമ്മിണി ലൈനാണ്. ചമ്മിണി ലൈൻ അവിടെ ഒരു വിൻറ്റേജ് ഹോമില്ലേ. ഒക്കെ വിൻറ്റേജ് ഹോം തന്നെയാണ് മിക്കവാറും. എല്ലായിടത്തും വിൻറ്റേജ് ഹോം തന്നെയാണ്. ആ കാണുന്ന വിൻറ്റേജ് ഹോമാണ്. ഹോമാന്നാണ്. നമുക്ക് നേരെ പോകാൻ എന്തായാലും ഡോക്ടർ GP ജോ ഹോമിയോ ക്ലിനിക്കാണ്. സ്വകാര്യ കൊടാണ്. ഇവിടെ ഇത്ര ഉള്ളൂ എന്ന് പറയാം. അവിടെ നിന്ന് റൈറ്റിലേക്കൊരു വഴിയുണ്ട്. നമുക്ക് ആ വഴി അതത്ര ഉള്ളേ. ഇവിടെ നിന്ന് ഇത്ര ഉള്ളൂ വഴി. ഞാൻ അങ്ങോട്ട് വഴിയില്ല. ഒരു വീട്ടിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ഓക്കെ. നമ്മൾ ചമ്മിണി ലൈനിൽ തന്നെ കിടന്ന് കറങ്ങണേ. ഒരു വിൻറ്റേജ് ഹോം ഉണ്ട്, പക്ഷെ അത് കാണിക്കാൻ നിർവാഹമില്ല. കാരണം മതിൽ നമുക്കൊരു അതിലും മിക്കവാറും നിറയെ മരങ്ങളൊക്കെ ഇരിക്കും. നമ്മൾ ഏതൊരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. പറഞ്ഞ ഭാഗത്ത് തന്നെ എത്തിയാണ്. ഇടത് വശത്തേക്ക് ഒരു റോഡുണ്ട്. നമ്മൾ പോയ വഴിയാണോ ആയിരിക്കില്ല. അതിൻ്റെ ഒരു നോക്കാം. ശരിക്കും അപ്പാർട്ട്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മളെന്ത് ചെയ്യും? ഹോണടിക്കാൻ സ്കൂട്ടർ ഹോണടിക്കും. ഓക്കെ. ഇതൊക്കെ വിൻറ്റേജ് ഹോമുകളും കാര്യങ്ങളാണ്. പരമ്പരാഗത വീടുകൾ. നോട്ടറിയുടെ വീടാണ്. അത് പൊട്ടിപ്പോഞ്ഞല്ലോ. നമ്മൾ എങ്ങോട്ടോ പോകുന്നുണ്ട്. ഏതൊരു വഴിയിലേക്ക് എത്തിത്തുടങ്ങും. എന്തുവാ അവിടെ തേങ്ങ നോക്കാം നമുക്ക്. അപ്പം നഗരത്തിലെ നിശബ്ദ കോണുകൾ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ എത്തിയല്ലേ. നമ്മൾ കനാൽ റോഡിലെത്തിയല്ലേ. ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ തിരിച്ചു പോവാം. നമ്മൾ വന്നത് ചമ്മണി റോഡിലാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ പോയിട്ട്
പഴയ കലൂർ കടവന്തറ റോഡ് വഴി തന്നെ പോവാം. അതെളുപ്പം. ഓക്കെ, നമ്മൾ കാട്ടാക്കര വെസ്റ്റ് റോഡ് കേട്ടോ. കാട്ടാക്കര വെസ്റ്റ് റോഡിലേക്ക് നമ്മൾ വെസ്റ്റ് റോഡിൽ നിന്നാണ് ഇപ്പോൾ ഇറങ്ങി വന്നത്. പോയല്ല വന്നത്. കാട്ടാക്കര വെസ്റ്റ് റോഡിൽ നിന്ന് ഇറങ്ങി വന്നത്. ഒരു ദേശമധ്യ ഷോപ്പൊക്കെ ഉണ്ട്. ഇത് കലൂർ കടവന്തറ പഴയ റോഡോ മറ്റോ ആണ്. പുതിയ റോഡ് അപ്പുറത്ത് മണന്നപ്പോൾ ഈ റോഡ് മാറ്റിയിട്ടാണ്. അവിടെ ചെറിയൊരു വഴിയുണ്ട്. അതിലൊരു റോഡ് വഴിക്ക് പേരൊന്നുമില്ല. എന്നാലും ഇഷ്ടംപോലെ മരങ്ങളും പച്ചപ്പൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മളൊന്ന് കയറി നോക്കിയാണ്. കുറച്ച് ദൂരമുള്ളതെന്ന് പറയാൻ പറ്റും. ഈ ഇടതുവശത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അവർക്ക് മരങ്ങളൊക്കെ തിങ്ങി നിൽക്കണം. അടയ്ക്കയും തെങ്ങും എല്ലാം ഉണ്ട്. തെങ്ങൊക്കെ റോഡിലൂടെ ഞാൻ നിൽക്കണം. KB ജോസഫ് IPS ആണ് കേട്ടോ. ആ റെഡിയാണ്. നിങ്ങൾ എന്താടാ ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റുന്ന ഇത്ര ഉള്ളൂ വീട്. ഇത്ര ഉള്ളൂ. ഇത്രയുള്ളേ. ചാടണ്ടോ ചാടാൻ. അപ്പോൾ നമ്മൾ പേരില്ലാത്ത റോഡിൽ നിന്നാണ്. ഇത് പ്രൈവറ്റ് റോഡായിരിക്കുള്ളൂ മിക്കവാറും. ആണ് പേരില്ലാത്ത. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഈ റോഡ് നമ്മൾ കുറച്ച് ദൂരം പോയതാണ് കേട്ടോ. അപ്പോൾ ചമ്മണി റോഡ് കഴിഞ്ഞു. ചമ്മണി റോഡ് ഇത് പഴയ കലൂർ കടവന്തറ റോഡാണ്. അതൊക്കെയാണ് നമുക്ക് അറിയാവുന്നത്. ഇഷ്ടംപോലെ സ്ഥലം വെറുതെ ഉറപ്പുണ്ടല്ലോ അടുത്ത ദിവസത്തൊക്കെ. ആരും ഉണ്ടോ മതിലും ഗേറ്റൊക്കെ ഉണ്ട്. അപ്പച്ചൻ്റെ ഫാമിലിപ്പെട്ട ആളുകളൊക്കെ ഭാഗത്തുണ്ട്. കലൂർ കടവന്തറ ഭാഗത്ത് സെൻറ്റിനറി റോഡ് നമ്മൾ കണ്ട അറിയുമെന്നറിയില്ല. സെൻറ്റിനറി റോഡ് ചെയ്ത് നോക്കാം. രാജ്യവാർത്ത പ്രചരിപ്പിക്കുന്നത് കള്ളസാക്ഷ്യം നോക്കി കുറ്റക്കാരെ കൂട്ടം ചെയ്തു. സെൻറ്റിനറി റോഡ് അങ്ങോട്ടൊന്നുമില്ല. ഒന്നുകൊണ്ട ഇടം വരെ ഉള്ളേ. സെൻറ്റിനറി റോഡിൽ വേറെ വഴിയൊന്നുമില്ല. കാണുന്ന ആ വീടല്ല, എന്തൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനം വരെ ഉള്ളതെന്ന് നോക്കാം. എന്തെങ്കിലും പോവാം. കുറച്ച് ഓടി ഉണ്ടല്ലോ. ഇവിടെ നിറയെ ഒടിവളവാണ്. ഇതിലും പറയും ചെറിയ ചെറിയ വഴികൾ. സെൻറ്റിനറി റോഡ് അബ്ബ് വെച്ചുണ്ടേ. വിൻറ്റേജാണ്. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുള്ളൂ. ഇതൊരു അപ്പാർട്ട്മെൻ്റ് ആണ്. വിൻറ്റേജും ഉണ്ട്. മറ്റേ വഴിയുണ്ടോയെന്ന് അറിയില്ല. അവിടം വരെ പോവാം. ഒരു പൂച്ചക്കുഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. ഒരെണ്ണത്തിന് കണ്ണിന് മിസ്റ്റേക്ക് ഉണ്ട്. പറയുന്നുണ്ട്. വിളിച്ചപ്പോൾ അത് പോണേക്ക് പോകാം. കുട്ടിക്ക് ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞിന്.
എൻ്റെ പുറകെ പോകുന്നുണ്ട്. പുറമേക്കാൻ വേഗം അവരെ പുറകെ പോയി. ഞാൻ വിളിക്കണ്ടേ. അതങ്ങനെ ഒരു കാഴ്ച. ഇവിടെത്തി വണ്ടിയുടെ അടിയിൽ പോയി നിന്നു കേട്ടോ. അവിടെ പോയി. കണ്ണിനെന്താ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം ഇത് എടാ പാവം എന്തെങ്കിലും നോക്കാം. വീടിൻ്റെ അടുത്ത് എങ്ങനെ കൊണ്ടുപോകായിരുന്നു. അപ്പോൾ കുഞ്ഞുമണിയാണെങ്കിൽ എപ്പോൾ എടുത്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചാൽ മതിട്ടാ. ഭക്ഷണം വേണമെന്ന് തോന്നുന്നു രണ്ടുപേരും. പാല് കിട്ടണില്ല. കള്ളപ്പൂച്ച പോയി എന്ന് തോന്നുന്നത്. കണ്ണിനെന്തോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നെ ആളെ കാണുമ്പോൾ തന്നെ ഉണ്ട്. അനക്കം കാണുമ്പോൾ ആരോ വളർത്തണമാണ്. പാവങ്ങൾ എനിക്ക് നിവർത്തിയില്ലാതായിപ്പോയി. അപ്പോൾ ഈ റോഡ് കഴിഞ്ഞ് അപ്പം നമ്മൾ സെന്നറി റോഡ് കഴിഞ്ഞു. വീണ്ടും പഴയ റോഡിലേക്ക് ഇറങ്ങി. ഒരു വലിയ പള്ളിയാണോ എന്താണെന്നൊരു പള്ളിയാണ്. പിന്നെ അകത്ത് എന്താണെന്ന് വലിയ മണിഗോപുരമൊക്കെ വെച്ചിട്ട് വലിയൊരു പള്ളി. അതിനെ പുതിയ പള്ളിയാണ് കേട്ടോ, പഴയതല്ല. സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ചാണ്. ആ വർക്ക് ഇപ്പോഴും നടക്കണേ ഉള്ളേ. പെയിൻറ്റിങ്ങാണ്. നിങ്ങൾ പെരുന്നാളായിരിക്കും. ഇവിടെ ഒരു സ്കൂളുണ്ട്, സെൻറ്റ് തോമസ് UP സ്കൂൾ, കലൂർ, കൊച്ചി. സെൻറ്റ് തോമസ് UP സ്കൂളാണ്. ഇതാണ് പള്ളി, സെൻറ്റ് ഫ്രാൻസിസ്. ഇതൊരു പള്ളിയാണ്. ആ ഗേറ്റിലൊരു ഷിപ്പിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞു നമ്മൾ മുന്നോട്ട് പോവാം. ഇവിടെ പെരുന്നാളാന്ന് പറയുന്നത്. പുലിക്കാരൊക്കെ വന്നിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. അപ്പോൾ പൊരി, ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ശരിയൊക്കെ നമ്മൾ തിരിച്ചു വയ്ക്കേണ്ടില്ല, മറച്ചു വെച്ചാൽ മതി. അപ്പോൾ സെൻറ്റ് സേവിയർ പള്ളി കഴിഞ്ഞു. സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ക്രോസ് റോഡായിരുന്നു. ഇപ്പോൾ നമ്മൾ വന്നത് സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ്. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് ഒന്ന് പോയി നോക്കെ, പടിഞ്ഞാറ് ഭാഗത്തേക്ക്. കനാലിൻ്റെ ഭാഗത്ത് എത്താൻ സാധ്യതയുണ്ട്. ഞാൻ പോവാം. സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ക്രോസ് റോഡാണ്. റൈറ്റ് സൈഡിലാണ് ആ ചർച്ച ഉള്ളത്. AC സിറ്റി ഇത് നമ്മൾ കണ്ടാണ്. AC സിറ്റി വേറെ എവിടെയോ കണ്ടാണോ ഇവിടെ തന്നെയാണ് കണ്ടതെന്ന് ഒരു പിടിയില്ല. ആ അങ്ങനെ വഴി വന്നാണോ ഫാദർ കുരിശിൻ്റെ റോഡ്. ഓക്കെ, അതേ വഴി വന്നാൽ തിരിച്ചു പോകാം.